പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സീസൺ 8 ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ കൂടെ ഇന്നുള്ളത് യുവ സാഹിത്യകാരി എഴുത്തുകാരിയായിട്ടുള്ള മുംതാസ് ടീച്ചറാണ്. ടീച്ചറുടെ വിശേഷങ്ങളിലേക്ക്. ടീച്ചർ ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ ഈ അധ്യാപനം എന്നുള്ള ഒരു തൊഴിലിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ എഴുത്ത് എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്നത്, അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ എങ്ങനെയാണ് കുടുംബം, മറ്റ് എവിടെയാണ് നാട് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ പേര് മുംതാസ്. സ്വദേശം കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ആണ്. ജോലി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ നായ്മാർമൂലയിലുള്ള TIHS നായ്മാർമൂല എന്നുള്ള സ്ഥാപനത്തിൽ ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് അധ്യാപികയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ ഞാൻ എഴുതാറുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതലേ ചെറിയ രീതിയിലുള്ള കവിതകളൊക്കെ എഴുതുകയും പിന്നെ കോളേജിൽ സർ സെയ്ദ് കോളേജിലാണ് പഠിച്ചത്. ആ സമയമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് എഴുതുമായിരുന്നു. പക്ഷേ അതൊക്കെ അത്രത്തോളം കോളേജ് മാഗസിനിലും മറ്റൊക്കെ അല്ലാതെ കൂടുതലായിട്ട് അങ്ങനെ പുറത്തേക്ക് പുസ്തക രൂപത്തിലും അങ്ങനെയൊന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടീച്ചറുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പുസ്തകം ഗുൽമോഹറിൻ ചാരെ. അതെ, അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഒരു ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് ടീച്ചറുടെ ഒരു ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് ഗുൽമോഹറിൻ ചാരെ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓർമ്മക്കുറിപ്പും ആത്മകഥയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് ടീച്ചർക്ക് തോന്നുന്നത്? ആത്മകഥയുടെ രൂപത്തിൽ വേണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിന് ഫോക്കസ് ചെയ്തത് ആത്മകഥയാകുമ്പോഴും നമുക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ എഴുതിയ ഈ പുസ്തകത്തിൽ എൻ്റെ ഓർമ്മകളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതലായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കുറേ, അതായത് ഇപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. സ്കൂൾ പഠിക്കുന്ന കാലവും അപ്പം ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ നാടിൻ്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷമൊക്കെ സ്വാഭാവികമായിട്ടും അതിൽ വരുമല്ലോ. ആ രീതിയിലാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ, അതായത് 4 വയസ്സ് മുതൽ ഉള്ള മെമ്മറിയിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ എത്ര വലുതായാലും ഓർമ്മയിൽ ഇങ്ങനെ കെടാതെ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ കാര്യത്തിലൂടെയാണ് ആ പുസ്തകം തുടങ്ങുന്നത്. പിന്നെ 1ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങളും ആ സമയത്തുള്ള കുട്ടിക്കാലത്ത് പോയ അമ്പലങ്ങളും അതുപോലെ കാവുകൾ, പള്ളികൾ, പെരിങ്ങോം എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പുസ്തകത്തിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. ആ പുസ്തകം ഞാൻ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത് കുറച്ച് നാട്ടുഭാഷകളും പ്രയോഗങ്ങളും പുസ്തകത്തിനകത്ത് ഉപയോഗിച്ചായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ഞി, നമ്മൾ സാധാരണ എഴുത്തിലൊക്കെ കുട്ടി, കൊച്ച് എന്നുള്ള രീതിയിലൊക്കെയാണ് കണ്ടുവരുന്നത്. കുഞ്ഞി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ തെരിയ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വായനക്കാർക്ക് എങ്ങനെയാണ് അത് മനസ്സിലാകുമോ, നമ്മളതിൻ്റെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കും നാട്ടുഭാഷകൾ ഒരു ഓർമ്മക്കുറിപ്പ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു അംശം അതിനകത്ത് വേണം എന്നുള്ളത് കൊണ്ടാണോ ഈ നാട്ടുഭാഷ എന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആ കാലഘട്ടത്തിൽ ആളുകൾ സംസാരിച്ചിരുന്ന ആ നാട്ടുഭാഷയും കൂടി അതിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ അതിനൊരു ഒരു ഒറിജിനാലിറ്റി, ഫുള്ള് സാഹിത്യ ഭാഷയിലേക്ക് പോകാതെ നമ്മൾ നാടൻ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിന് കൂടുതലൊരു ഒറിജിനാലിറ്റി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ആ രീതിയിൽ തന്നെ അങ്ങനെയുള്ള ഭാഷകളും അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടീച്ചറെ 4ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മറ്റ് 3 പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? ആദ്യത്തേത് ഒരു കവിതാ സമാഹാരമാണ്. അത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ള പുസ്തകമാണ്. അത് ഓർമ്മക്കുറിപ്പുകൾ മാത്രമല്ല, പേരങ്ങനെ മാത്രമേ ഉള്ളൂ, ഓർമ്മയുമായിട്ട് അതിന് ബന്ധമില്ല, പേരിൽ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അതിൽ എല്ലാ സമകാലീന സംഭവങ്ങളും മറ്റ് സാമൂഹ്യ തിന്മകളും അതുപോലെ സ്വന്തം ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കവിതകളാണ്. 61 കവിതകൾ അടങ്ങുന്ന സമാഹാരമാണ്. അത് പയ്യന്നൂരുള്ള ഫോറസ്റ്റ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അതേപോലെ നമ്മുടെ TI മധുസൂദനൻ MLA ആണ് അതിൻ്റെ പ്രകാശനം നടത്തിയിരുന്നത്. പിന്നെ 2ാമത് കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച മിഴി എന്ന കവിതാ സമാഹാരം, അതും
ആ രീതിയിലുള്ള, അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള, അതുപോലെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും സമകാലീന സംഭവങ്ങളൊക്കെ ഉൾപ്പെടുന്ന 10-40ഓളം വരുന്ന കവിതകൾ ഉൾപ്പെടുന്ന കവിതാ സമാഹാരമാണ് മിഴി എന്ന് പറയുന്നത്. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകം പ്രകാശനം നടത്തിയത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ്. പിന്നെ മൂന്നാമതായിട്ട് എഴുതിയിരിക്കുന്നത് ഒരു യാത്രാ വിവരണ പുസ്തകമാണ്, തുലിപ്പൂക്കൾ വിരിയും കാശ്മീർ താഴ്വരയിലൂടെ. അത് കാശ്മീരിൽ പോയിട്ട് 4-5 മാസത്തോളം താമസിച്ചു. അവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെ അധികം ഫോക്കസ് ചെയ്യാതെ അവിടെയുള്ള ഗ്രാമങ്ങളിലൂടെ, ഗ്രാമീണരുടെ ഇടയിലൊക്കെ താമസിച്ചിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആ അനുഭവത്തിൽ നിന്നാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ 4മത്തതാണ് ഗുൽമോഹറിൻ ചാരെ എന്നുള്ള ഈ ഓർമ്മക്കുറിപ്പ്. അപ്പോൾ യാത്ര ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള യാത്ര ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയാണ്. കാശ്മീരിന് പുറമേ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. ഇന്ത്യയിൽ മുഴുവനായിട്ട് ഒരുപാട് പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഈ കാശ്മീരിനെ കുറിച്ച് അല്ലെങ്കിൽ കാശ്മീർ യാത്ര ഒരു വിവരണമാക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും? കാശ്മീർ യാത്ര വിവരണമാക്കണം എന്ന് തോന്നാനുള്ള കാരണം, പോകുമ്പോഴോ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യം വെറും ഒരു വിസിറ്ററായിട്ട് പോയതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഈ 2 വർഷം അടുപ്പിച്ചിട്ടായിട്ട് എൻ്റെ സ്കൂൾ വെക്കേഷൻ മുഴുവനും അവിടെയാണ് ചിലവഴിച്ചത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വെറും ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. 2മത്തെ പ്രാവശ്യം പോയപ്പോൾ ഫുള്ള് ഗ്രാമീണരെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. താഴ്വാരങ്ങളിൽ അവിടെ ആട്ടിടയന്മാരുടെ, അതുപോലുള്ള പിന്നെ സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ ഒക്കെ പോയി താമസിക്കാനും അവരുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ അവിടെ ജമ്മുവിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്. അപ്പം മകളെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കാശ്മീരിലൊക്കെ ഉള്ള കുട്ടികളാണ് കൂടെ പഠിക്കുന്നത്. അപ്പോൾ അവരെ വീടുകളിൽ പോകാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ മകളെ കൂടെ പഠിക്കുന്ന ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പിന്നെ പുതിയ സ്ഥലങ്ങൾ പിന്നെ കണ്ടുപിടിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. എക്സ്പ്ലോർ ചെയ്തിട്ട് നെക്സ്റ്റ് അവരുടെ ജോലിയെ കൂടി ബാധിക്കുന്ന ഘടകമാണത്. അപ്പോൾ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മളെ പോലുള്ള മലയാളികളായ സഞ്ചാരികളെയൊക്കെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി 1-2 മാസം നിൽക്കുമ്പോൾ അവിടുത്തെ കുട്ടികളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ച സ്ഥലങ്ങളിൽ വീണ്ടും കൊണ്ടുപോയി, പിന്നെ അവർ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല അവർ നമ്മൾ ഗ്യാങ്ങായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഷ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല. എന്താ വിചാരിച്ചാൽ കാശ്മീരിലെ അവരെ കൊളോക്കിയൽ ലാംഗ്വേജ് അല്ലാന്നെങ്കിലും അവർ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണോ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ ആ കുട്ടികൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷിലായാലും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് ഏത് ഭാഗത്ത് പോയാലും അവിടെ തന്നെയുള്ള കുട്ടികളുടെ ഒരു ഗ്യാങ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ കാശ്മീരിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇവിടെ നിന്ന് അല്ലെങ്കിൽ പുറമേ നിന്ന് കേൾക്കുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇവരുടെ കൂടെയൊക്കെ ധാരാളമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടി പറ്റിയപ്പോൾ ഞാൻ മുമ്പിലെ കണ്ട ആ ഒരു വ്യൂവിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഈ കാശ്മീരിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി സാധിച്ചപ്പോൾ അത് പുറം ലോകം കൂടി ഒന്ന് അറിയണമെന്ന് ആ 2മത്തെ പോക്കിലാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അത് പുസ്തക രൂപത്തിൽ ഞാൻ എഴുതിയത്. സാഹിത്യകാരന്മാർ, എഴുത്തുകാർ ഇവരൊക്കെ പലപ്പോഴും ഭാഷാ അധ്യാപകരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടീച്ചർ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപികയാണ്. അപ്പോൾ ഈ സാമൂഹ്യശാസ്ത്രം എന്നുള്ള ഒരു വിഷയവും ഈ ഭാഷ സാഹിത്യം എന്നുള്ള മേഖലയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെ ബന്ധപ്പെട്ടു ടീച്ചറുടെ കാര്യത്തിൽ? എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സാധാരണയായാലും ഇപ്പം ഡൽഹിയിൽ പോയാലും ഡൽഹിയിൽ പോയാലും ഇപ്പം നമുക്ക് കാണുന്നതൊക്കെ നമ്മളെ ചരിത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്ജക്റ്റുമായിട്ട്
ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം കുത്തബ് മിനാർ, ആഗ്ര ഫോർട്ട്, താജ്മഹൽ, അതൊക്കെ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നതൊക്കെ ഒരു വിഭാഗം അതൊരു ചരിത്രത്തിൻ്റെ കൂടെ അടയാളപ്പെടുത്തലാണ്. അത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എവിടെ പോയാലും ആ പോയ സ്ഥലത്തുള്ള പ്രധാന കാര്യങ്ങൾ എഴുതി വെക്കും. അത് മുമ്പേ ഉള്ള ശീലമാണ്. യാത്ര ഷോർട്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട നമ്മളെ ഹെഡ് ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മുമ്പേ ഉള്ളതാണ്. ഇപ്പം കാശ്മീരിലാണെങ്കിലും ഹസ്രത്ത് പാൽ, അതുപോലുള്ള ജുമാ മസ്ജിദ്, അതൊക്കെ ചരിത്രപരമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ കാശ്മീരിൻ്റെ ചരിത്രം നമുക്കറിയാം. പിന്നെ ഇപ്പോൾ പുതിയ ആർട്ടിക്കിൾ വന്നതും അതിനു മുമ്പുള്ള ഭരണഘടന, കാശ്മീരിൻ്റെ പ്രത്യേക പദവി, അങ്ങനെയൊക്കെ അതൊക്കെ തന്നെ നമ്മളെ ഇന്ത്യ ചരിത്രവുമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെതായ ഭാഷയിൽ ഞാൻ അത് ഈ യാത്രാ വിവരണത്തിൽ, ഈ കാശ്മീരിലേക്കുള്ള യാത്രാ വിവരണത്തിൽ മാത്രമായിരിക്കും അത് ബാധകം. ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപിക ഒരു കവയിത്രിയായി മാറിയത് എങ്ങനെ? ഒരു കവിത എഴുതാനുള്ള ഒരു സർഗാത്മക കഴിവ് എന്നോ എൻ്റെ മനസ്സിൽ ഉണ്ട് ചെറുതിലെ. പിന്നെ ഞാൻ കോളേജിലായാലും ഉപഭാഷയായിട്ട് പഠിച്ചിരിക്കുന്നത് കോളേജ് തലം വരെ മലയാളം തന്നെയാണ്. അതൊക്കെ അതിനൊന്ന് എഴുതുന്നതിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇതേ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം ഷാർജയിൽ നിന്നായാലും എപ്പോഴും നിങ്ങൾ മലയാളം ടീച്ചറാണോ, മലയാളം അധ്യാപികയാണോ എന്ന് പൊതുവെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി ടീച്ചറാണെന്ന് പറയുമ്പം ഇതേ ചോദ്യം അവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോളേജ് വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ കോളേജ് തലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലോ മറ്റ് പരിപാടികളിലോ മത്സരങ്ങളിലോ ഇങ്ങനെ സാഹിത്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പങ്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സർ സെയ്ദ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മിക്കവാറും അധികം കവിത രചന, അതുപോലെ പ്രസംഗം, അങ്ങനെയുള്ള ഇതിലൊക്കെ കഥാപ്രസംഗം അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ടീച്ചർ പുസ്തകത്തിനകത്ത് ആ സമയത്തൊക്കെ മാഗസിനുകളിലും കോളേജുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഇതിലും എൻ്റെ എഴുത്ത് ഉണ്ടാകാറുണ്ട്. യൂണിയനിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചറെ പുസ്തകത്തിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് പണ്ടത്തെ എന്താ പറയുക ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ പെൺകുട്ടികൾക്ക് അന്നേരത്തിലൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പുസ്തകത്തിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാലം മുന്നോട്ട് പോകുന്നതോറും ഇത് ഈ പെൺകുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം അത് കുറഞ്ഞു വരുന്നതായിട്ട് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ തോന്നാൻ എന്താ കാരണം ഉണ്ടായത്? അത് സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് മൊത്തത്തിലായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യവും പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യവും ഒക്കെ വളരെ പുരോഗതിയുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഞാനതൊന്ന് പരാമർശിച്ചത് നമ്മളെ ഒരു നബിദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെരിങ്ങോം എന്നുള്ള ഗ്രാമത്തിൻ്റെ കഥയാണല്ലോ അതിലൂടെ പറയുന്നത്. അപ്പോൾ പെരിങ്ങോം മദ്രസയിലാണ് ഞാൻ പഠിച്ചത്. ആ സമയത്തൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട്, നല്ല സ്റ്റേജിൽ എൻ്റെ സ്റ്റേജ് ഫിയർ മാറിയതെന്ന് തന്നെ പറയുന്നത് നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള നബിദിന പരിപാടികളിൽ ഒരുപാട് അത് എങ്ങനെയാണെന്ന് കരുതിയാൽ ഇപ്പോൾ എനിക്കൊരുപാട് പരിപാടിക്ക് പങ്കെടുക്കാം. അല്ലാണ്ട് നമുക്കിപ്പോൾ യുവജനോത്സവം ആണെങ്കിൽ വ്യക്തിഗത ഇനത്തിൽ 3 എണ്ണത്തിന്, ഗ്രൂപ്പിനത്തിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ മദ്രസിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആർക്ക് താല്പര്യം, ആരാണ് ഇതിന് വാങ്ങാം, അങ്ങനെ മുന്നോട്ടേക്കുള്ള ആ ഒരു ഇതിനനുസരിച്ചിട്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ കൂടുതൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അന്നേരം അവർ. അപ്പം അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ പിന്നെ അവതരിപ്പിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ആ മദ്രസ പഠനത്തിൽ അതൊക്കെ എടുത്ത് അത് മതപരമായിട്ട് ഏത് രീതിയിൽ വരുന്നറിയില്ല. എങ്കിലും അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല. ഇപ്പം എൻ്റെ മോളോടൊക്കെ ഞാനിപ്പം മോളൊക്കെ പിന്നെ നബിദിനത്തിൻ്റെ ഘോഷയാത്ര ഇങ്ങനെ വഴിയിൽ റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കാണുന്ന അനുഭവം മാത്രമേ അവർക്കൊക്കെ ഉള്ളൂ. പെൺകുട്ടികളിപ്പം അതിലൊന്നും പങ്കെടുപ്പിക്കാറില്ല, ആൺകുട്ടികൾ മാത്രമാണ്. അപ്പോൾ ഞാൻ അവളെടുക്ക് ഇങ്ങനെ പറയാറുണ്ട്, മമ്മിയൊക്കെ ചെറുതിലെ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, നമ്മൾ ഘോഷയാത്രയിലൊക്കെ പാടിയിട്ടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള. അപ്പോൾ അവൾക്ക് അത്ഭുതമാണ്.
ഇനി ആദ്യത്തെ ഒരു ഓർമ്മക്കുറിപ്പ് കവിതാ സമാഹാരാന്ന് പറഞ്ഞത് ഇത് വീട്ടിലിരിക്കുമ്പോ അങ്ങനെ ഈ പുസ്തകം ഇറക്കണം എന്ന് വിചാരിച്ച് തന്നെ എഴുതിയതാണോ അതോ വെറുതെ എഴുതി അവസാനം എല്ലാം കൂടെ ഒരുമിച്ചൊരു പുസ്തകം ആക്കിയേക്കാണെന്ന് വിചാരിച്ചാണോ? എങ്ങനെയാണ് അത്? ഞാന് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ എഴുതാറുണ്ട്. എന്തെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ നന്നായിട്ട് വായിക്കും. പിന്നെ എന്തെങ്കിലും ഫ്രീ ഇങ്ങനെ ഇപ്പം സ്കൂൾ വെക്കേഷൻ അങ്ങനെയൊക്കെ അല്ലാതെയും എൻ്റെ ഡയറികളിലൊക്കെ ഒരുപാട് ഞാൻ എൻ്റെതായ ചില സൃഷ്ടികളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് ഡയറികളുണ്ട്. അതിൽ ചിലപ്പോൾ കഥയാവാം, ഇതുപോലുള്ള കവിതകളാണ് കൂടുതൽ ഇഷ്ടം കവിതകളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോഴ് പിന്നെ ഒരു ഘട്ടത്തില് അതൊക്കെ അതിൽ കുറെ ആളുകളുടെ പ്രോത്സാഹനമുണ്ട് പുസ്തകം ആക്കണം എന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാല് പിന്നെ ഞാന് സർ സെയ്ദ് കോളേജ് പഠിക്കുമ്പോൾ വളരെ ആക്റ്റീവായിരുന്നു ഇങ്ങനെ എഴുതുന്ന കാര്യത്തിലാണെങ്കിലും. പിന്നെ കുടുംബവും ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊരു ഇത് വലിഞ്ഞപ്പോ തന്നെ അവരിങ്ങനെ ഇപ്പോഴും ആയിട്ട് ഞാൻ നല്ല കോണ്ടാക്റ്റിലുള്ള അധ്യാപകരൊക്കെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ അവരും ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു, നീ എഴുതിയ നല്ല ഇതൊക്കെ കൂടിയിട്ട് പുസ്തകമാക്കിക്കൂടെ. മുമ്പേ പറയുന്നതായിരുന്നു, പക്ഷെ അന്നേരം ഒന്നും അതിന് അത്ര ഒരു സാഹചര്യം കിട്ടിയിരുന്നില്ല. നല്ല ഞാൻ എഴുതി വെച്ച കൂട്ടത്തിൽ നിന്നില്ല നല്ലതെന്ന് എനിക്ക് തോന്നിയ കവിതകളൊക്കെ ചേർത്തിട്ടാണ് ആദ്യത്തെ കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തത്. ആദ്യം തീരുമാനം എടുക്കുമായിരുന്നു പബ്ലിഷ് ചെയ്യാന്നില്ല. ഇപ്പൊ പുസ്തകത്തിനകത്ത് ഈ ഗുൽമോഹൻ ചാരനകത്ത് പറയുന്നുണ്ട്, അധ്യാപകരെ കുറിച്ചൊക്കെ ഒരുപാട് ഓർമ്മകൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്തൊരു പറയുന്നൊരു വാക്ക് ഹിന്ദി പഠിപ്പിക്കുന്ന പപ്പൻ മാഷ് ചൂരലെടുത്തിട്ട് പ്രയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ചൂരലെടുക്കുന്ന ഒരു അധ്യാപികയാണോ മുംതാസ് ടീച്ചർ? അല്ല 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 ചൂരലെടുക്കാണ്ട് തന്നെ കുട്ടികൾ പറഞ്ഞാൽ തന്നെ കുട്ടികളുമായിട്ട് ഞാൻ നന്നായിട്ട് മിങ്കിള് ചെയ്ത് അവരെ ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. അല്ലാതെ വഴക്ക് പറയണ്ടയോ പറയണ്ടയോ ചില സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റും. ചില സാഹചര്യങ്ങളിൽ കുട്ടികളെ നേർവഴിക്ക് ചെറിയ രീതിയിലൊക്കെ പറയേണ്ടി വരാറുണ്ട്. എങ്കിലും ആ അടിയുടേതായ ഇപ്പോഴത് എല്ലാം താനല്ലോ നമ്മൾ നിയമപരമായിട്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഇത് എടുത്ത് കളഞ്ഞിട്ടുമുണ്ട്. അല്ലെങ്കിലും ആ ഒരു രീതിയിലത്തേക്ക് പോകേണ്ട ആവശ്യം വരാറില്ല. നമ്മൾ കുട്ടികളെ നന്നായി സ്നേഹിച്ച് അവരുമായിട്ട് നമ്മളെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ക്ലാസ് മുറികളിലെ ഓർമ്മകളൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ട് പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കത് വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, ക്ലാസ് മുറികളിലുള്ള ഓർമ്മകളെക്കാൾ കൂടുതൽ ടീച്ചർ ക്ലാസ്സിന് പുറത്തുള്ള കാര്യങ്ങൾ, ഒരു മാതി വെച്ച് അലക്കാൻ വേണ്ടി പോന്നു, അതൊക്കെ ക്ലാസ് മുറികളിൽ ഇരുന്ന് ടീച്ചർ കൂടുതലായി വീക്ഷിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളെ വിരസത മാറ്റിയിരുന്നത്. ക്ലാസ് റൂമുകളിലെ വിരസത അങ്ങനെയാണ് മാറ്റിയത്, പുറമെ നിരീക്ഷിച്ചു. അപ്പൊ ഇപ്പോൾ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ കുട്ടികൾ ഈ രീതികളിൽ വിരസത മാറ്റാൻ വേണ്ടി പോയാൽ എന്തായിരിക്കും പ്രതികരണം ഉണ്ടാവുക? പറഞ്ഞാല് നമ്മളെ പോലുള്ള സാഹചര്യം ഇന്നത്തെ സ്കൂളുകളിൽ ഇല്ല. സ്കൂളിന് കോമ്പൗണ്ട് അത് ഞാൻ അതിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അന്നേരം തുറസായ സ്ഥലമാണ് ഫുള്ള്. നമ്മളെ ഗ്രാമപ്രദേശത്തിലുള്ള സ്കൂള് എന്താ പിന്നെ സാധനം വാങ്ങിയിട്ട് പോകുന്ന ആൾക്കാർ വരെ ജനലിന്റെ ഈ സൈഡിൽ തന്നെ ഉള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ഇന്നത്തെ നമ്മളിപ്പം പഠിപ്പിക്കുന്ന സ്കൂള് ഫുള്ള് കോമ്പൗണ്ട് വാളിനുള്ളില് മതിൽക്കെട്ടുകൾക്കുള്ളിലാണ്. അങ്ങനെ എൻ്റെ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്ക് ഇനി വേണമെന്ന് വിചാരിച്ചാലും ഇല്ല. ഇപ്പം യാത്രാ വിവരണമായി ഓർമ്മക്കുറിപ്പായി കവിതയായി. ഇപ്പൊ ഉള്ളതും കൂടി ഒരു യാത്രാ വിവരണമാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പം ഞാൻ എഴുതിയത് ഇന്ത്യക്ക് അകത്തുള്ളതാണ്. ഇപ്പൊ ഒരു വിദേശ രാജ്യങ്ങളിൽ പോയതിന്റെ പുസ്തക പ്രകാശനത്തിൽ ഷാർജയിൽ പോയി. അതുമായിട്ട് അനുബന്ധിച്ചിട്ട് കുറെ സ്ഥലങ്ങൾ ആ യാത്രയിൽ തന്നെ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ അബുദാബി, പിന്നെ ഫുജൈറ, സൗദി അറേബ്യ, അങ്ങനെ പല സ്ഥലങ്ങളിൽ. ഉടനെ പ്രതീക്ഷിക്കാവോ പുസ്തകം? ഏകദേശം അങ്ങനെ, എന്നാലും വേഗമാകണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എഴുതാൻ കവിതകൾ എഴുതാനാണോ, ആത്മകഥ, ഓർമ്മക്കുറിപ്പ്, യാത്രാ വിവരണം, ഇതിനകത്ത് ഏത് രീതിയിൽ ഏത് മേഖലയിൽ എഴുതാനാണ് ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയിട്ടുണ്ടാവുക? ഞാൻ ഒഴിവ് സമയങ്ങളിലെല്ലാം കൂടുതലും കവിതകൾ തന്നെയാണ് കൂടുതലും എഴുതുന്നത്. പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയല്ല, എന്തോന്നറിയില്ല, കവിതകൾ എഴുതാനും കവിതകൾ വായിക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് കവിതകൾ എഴുതാനാണ് കൂടുതൽ താല്പര്യം. ടീച്ചർ ഇപ്പോൾ ഒരു കവിതാ സമാഹാരം മിഴി അല്ലേ? അപ്പോൾ എന്നാൽ പിന്നെ ആ മിഴിനകത്ത് ഏതെങ്കിലും ഒരു 4 വരി കവിത നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ആലോചിക്കാമോ? തീർച്ചയായും. തടവറ എന്നുള്ളൊരു കവിത ആലോചിക്കാം. ഏകാന്തതയുടെ കൈപ്പുനീർ വർദ്ധിച്ച വിമ്മിഷ്ട
തോടിറക്കവേ അറിഞ്ഞില്ല ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതും ഇരുളും വെളിച്ചവും ഇടതടവില്ലാതെ വന്നു പോകുന്നതൊന്നും ഉയർന്നു പൊങ്ങിയ ജയിൽ മതിലപ്പുറത്തെ കാഴ്ചകളിലേക്കു മനസ്സ് തേരോട്ടം നടത്തിയത് മുമ്പനുഭവിച്ച സൗഭാഗ്യങ്ങളുടെ ചിത്രപേടകം തുറന്നുകൊണ്ടായിരുന്നു. തോന്നുമ്പോൾ നടന്നത്, ഇരുന്നത്, കിടന്നത്, ചിരിച്ചതുമൊക്കെ സൗഭാഗ്യം നറുപുഞ്ചിരി തൂകിയ കാലത്തായിരുന്നു. അതിൻ മാധുര്യമെത്രമേൽ ഹൃദ്യമെന്നോദിത്തരുന്നു പിറകിലെ കാഞ്ഞുബന്ധിച്ച കൈവിലങ്ങുകളാൽ തറയിൽ കിടക്കും ശരീരത്തിൽ നിണം രുചിക്കാനായി കൂട്ടമായെത്തിടും കൊതുകിൻ പടയോടേറ്റുമുട്ടാൻ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് യുവ സാഹിത്യകാരിയും എഴുത്തുകാരിയായിട്ടുള്ള മുംതാസ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർക്ക് ഇനിയും ജീവിതത്തിൽ ഏറെ മുന്നേറാൻ കഴിയട്ടെ. ഏറെ കവിതകളും കഥകളും യാത്രാ വിവരണങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ ആയിട്ട് വായനക്കാരെ കൂടുതൽ ത്രസിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ടീച്ചർക്ക് ആശംസിക്കുന്നു. ടീച്ചർക്ക് സീസൺ 8 ചാനലിൻ്റെ എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എടാ മോനെ, പ്ലസ് ടു കഴിഞ്ഞില്ലേ? ഇനി എന്താ പരിപാടി? ഓ, എന്തു പറയാനാ, ഏതെങ്കിലും കോളേജിൽ പോയി ചേരണം, പഠിക്കണം, അത്ര തന്നെ. എന്നാ പിന്നെ എവിടെയെങ്കിലും ആക്കണ്ട. പഠിക്കുമ്പോൾ നല്ല കോളേജിൽ തന്നെ പഠിക്കണം. നേരെ BLM കോളേജിലോട്ട് പോവാ. അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള BSc ബയോ ഇൻഫോർമാറ്റിക്സ്, BCom കോ ഓപ്പറേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, BBA, TTM, BMMC, BCA തുടങ്ങിയ തൊഴിൽ സാധ്യത ഏറെയുള്ള കോഴ്സുകളെല്ലാം ഉണ്ട്. പ്രകൃതി സുന്ദരമായ അന്തരീക്ഷം, വിശാലമായ ലൈബ്രറി, കോളേജ് ബസ് സൗകര്യം, കുറഞ്ഞ ഫീസ് നിരക്ക്, തികഞ്ഞ അച്ചടക്കം, എല്ലാം കൊണ്ടും ഉന്നത പഠനം നമുക്ക് ഉഷാറാക്കാം. BLM കോളേജ്, പാടിയൊട്ടിച്ചാൽ തിമിരി. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും മൊബൈൽ 9447 856 151 8547 520 307.